ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കൊടുമ്പൂർ ഡാം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതും ഈ വണ്ടിയുടെ ടയറിൻ്റെ ട്യൂബ് വെച്ചിട്ട് ബാക്കി ഇതിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറഞ്ഞു. ഹായ്. വളരെ റിസ്ക് ആണ്, എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് ഉടനെ എത്തുന്നതായിരിക്കും. ഹായ്, നമ്മളിതാ കൊടുമ്പൂർ ഡാം എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇതാ കൂടെ ഉള്ളത് ശ്രീജിത്ത്. അപ്പോൾ ഈ ഡാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ കുറേ പേര് ഇതിൽ മുങ്ങി മരിക്കുകയൊക്കെ ചെയ്ത ഒരു ഡാമാണിത്. അപ്പോൾ വരുന്നവരൊക്കെ കുറച്ച് സാഹസികരായിരിക്കണം. നീന്തലറിയാത്തവരൊന്നും ഇതിന് നിൽക്കരുത്. കാരണം നമ്മളിപ്പോൾ ഉള്ളതൊരു ട്യൂബിലാണ്, ടയറിൻ്റെ ട്യൂബാണ്. ഇത് ലോറീൻ്റെ ടയറിൻ്റെ ട്യൂബാണ്. ആ ട്യൂബിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സാധാരണ ലൈഫ് ജാക്കറ്റൊക്കെ വേണ്ടതാണ്. നമുക്ക് നീന്തൽ അറിയുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാരും അനുകരിക്കരുത്. അപ്പോൾ വളരെ നല്ല കാഴ്ചയായിരിക്കും നമ്മൾ ഈ ഒരു ഡാമിലൂടെ പോകുമ്പോൾ. അതെങ്ങനെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ബിബി ഉണ്ട് കൂടെ. കുതിരവട്ടത്തുനിന്ന് വന്ന ബിബി. വാ, ഒരു ഹായ് ആക്കിയ കൈ നോക്കിയാ ഇപ്പോൾ കൊടുമ്പൂർ പാലം നമ്മളെ കുറേ ദൂരെയായി. ഇപ്പോൾ നമ്മൾ വന്ന് കുറേ ദൂരെ എത്തി. വളരെ അടിപൊളി സീനാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. വണ്ടിയൊക്കെ പോകുന്നുണ്ട് പാലത്തിലൂടെ, ചെറുതായിട്ട് കാണുന്നുണ്ട്. ബേബി എന്ത് പരിപാടി? നീ എന്തോട്ടാ അവിടെ കാട്ടണ? ഫ്രണ്ട്സ്, ഇതാ ഒരു ചെറിയൊരു ഓട്ടോറിക്ഷൻ്റെ ട്യൂബിൽ 1.5 കിലോ വെയിറ്റുള്ള ഇത് അർജുന നീന്തി വരികയാണ്. വളരെ റിസ്കി സാഹസികമായി അർജുന വരികയാണ്. ദസ്രാങ്ക് കല്ല് കഴിഞ്ഞ് ഇത് വലിയ അതിലാ കെട്ടിയിട്ടില്ല. വാ, റിട്ടേൺ അടിക്കുവാ. ഇനി എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നമ്മൾ തിരിച്ചു പോകുന്നത്. അല്ല, തിരിച്ചല്ല, അത് മെല്ലെ വന്നാൽ മതി. ഇങ്ങനെ തുഴഞ്ഞു നീ ആ ട്യൂബ് പോനോടത്ത് നീ അതിൽ കയറിക്കാം. എന്നാല് അതാ അതിൽ കയറില്ല നീ. അർജുന്റെ സൈസിനനുസരിച്ചുള്ള ട്യൂബ് കിട്ടിയിരിക്കുകയാണ്. എനിക്ക് സൈസിന്റെ ചെറിയ ട്യൂബ് കൈമാറി അർജുന സ്പീഡ് കൂടി ഇതുവരെ എഴുതി നീക്കൊണ്ടിരുന്ന അർജുന. പാലം കാണുന്നില്ലടാ, പാലം അങ്ങെത്തി. പാലം കുറേ ദൂരെയായി. ഇപ്പോൾ കൊടുമ്പൂർ പാലത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെ എത്തി. നല്ല വ്യൂ ആണ്. ബിബി മരിച്ചു. ബിബി തുഴഞ്ഞ് മരിച്ചിരിക്കുകയാണ്. അതെ, അതിൽ കായ് ഉണ്ടോന്ന് അറിയില്ല. വളരെ സാഹസികമായ യാത്ര. തേങ്ങയോ ഒന്നും കിട്ടുന്നു. തുഴഞ്ഞ് ടയേർഡായ ബിബിനെ നമ്മൾ രണ്ടുപേരും കൂടി കൊണ്ടുപോവുകയാണ്. ബിബി ഓൾമോസ്റ്റ് പടമായിരിക്കുകയാണ്.
നമ്മളെ പാലം കാണാനില്ല. കൊടുമ്പൂർ പാലം അപ്രത്യക്ഷമായി കേട്ടാ. അത് വളവ് തിരിഞ്ഞിങ്ങ് വന്നു. അടിപൊളി. ഒരുപാട് സഞ്ചരിച്ചു. ഒരുപാട് മരങ്ങളും. എന്തും കൈവ തേങ്ങ മുള്ളുണ്ടാ നോക്കണം. ഇതെല്ലാം ഓരോ കഴുത്തുണ്ടാവില്ല. അത് മുള്ളാണ്. ഇതിൻ്റെ അടിയിലെങ്ങനെ പോവാ? ഇപ്പൊ ഉക്കാനായത് എന്തറിയോ, എല്ലാവർക്കും ഓരോന്നേ ഇല്ലു. നോക്കണേടാ മക്കളെ, കാലൊക്കെ ഇടുമ്പോഴേ നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു കൊല ഉണ്ടല്ലേ എടുത്തിടാ. ഇതിലെങ്ങനെ പോയി ഇങ്ങനെ പാസ്സാവും. ഇങ്ങനെ പുറത്തോ വേണോ കൈ വേണോ ഞാൻ പോവാ വേണ്ട വലിയ മരമുണ്ട്. ഞങ്ങൾ ഓൾറെഡി 1 കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നിട്ടാകുമ്പോൾ ബിബിയെല്ലാം വിശന്ന് ഇതാ കണ്ട കാട്ടിലെ കായൊക്കെ പത്ത് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്തൊക്കെയോ തിന്നുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റൂല. ഏത് നിമിഷവും ഫയർഫോഴ്സ് താഴെ തന്നെ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫയർഫോഴ്സിനെ വിളിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ റിട്ടേൺ അടിക്കുകയാണ്. ഇത് അത്രയും നേരം വന്നിട്ട് ഒരു 1.5 കിലോമീറ്റർ വന്നു. പക്ഷേ ഇതിൻ്റെ എൻഡ് എത്തുന്നില്ല, കുറേ ദൂരമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഒന്നാമത് നല്ല വെയിലായി, ചൂടുണ്ട്. അതുകൊണ്ടാണ് ഇനി ഒരു ദിവസം ഫുള്ളായിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടോ? കുറേ പോകുന്നുണ്ട്. കരയിലൂടെ നടന്നു. നമുക്ക് കുറെ ബോണസ് ആയിട്ട് കുറെ തേങ്ങ കിട്ടിയിട്ടുണ്ട്. തേങ്ങയൊക്കെ ആയിട്ട് കുറെ തേങ്ങയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പുഴ സൈഡിൽ നിന്ന് കിട്ടിയ തേങ്ങയാണ്. നമുക്ക് ഒരുപാട് തേങ്ങ പുഴയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വന്ന വഴിക്ക് പുഴയിൽ നിന്ന് കിട്ടിയതാണ്. അർജുന ഒരുപാട് തേങ്ങയായിട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, അതെനിക്ക് കിട്ടിയിട്ടില്ല. വിവിധ ട്യൂബിന്റെ എയർ ലീക്കുള്ള ഒരുവിധം വെള്ളത്തിന്റെ അടിയിൽ എത്തിക്കഴിഞ്ഞു. ഫയർഫോഴ്സ് വിളിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Okay, go. Yes, yes. എന്റെ ഒരു കാലിങ്ങനെ
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് കൊടുമ്പൂർ ഡാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഇത് ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമ്മൾ പോയിട്ടുള്ളൂ. അതിൻ്റെ ഫുള്ള് എൻഡ് വരെ നമ്മൾ പോകാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല വെയിലാണ്. അപ്പോൾ ചൂടും അത് പിന്നെ വിശപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഈ പോകുന്ന വഴിയിൽ കിട്ടിയിട്ടുള്ളത്. എന്തായാലും സൂപ്പർ യാത്രയാണ്. പക്ഷേ ഇത് ടൂറിസത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു യാത്രയായിരിക്കും. നല്ല ബോട്ടോ, സ്പീഡ് ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി യാത്ര ആസ്വദിക്കാൻ പറ്റും. ഫാമിലിക്കൊക്കെ ആണെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു നല്ല ലൊക്കേഷനാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എന്നുള്ളത്. ശ്രീജിത്ത്, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നാളെ നമ്മൾ അതിനെക്കാട്ടും മുകളിൽ അടിപൊളി ക്ഷീണിച്ചു പോയിടാ തിരിച്ചെത്തുമ്പോൾ. നമ്മളെ തൊട്ടടുത്ത് ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത വലിയ നഷ്ടമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നല്ല കാഴ്ച ആസ്വദിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു, ബൈ.